യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണത്. വിശ്വാസം സ്വകാര്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. നമ്മളിപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇന്നലെ ഒരു സമരത്തിൽ പോയി. ഒരു തുറമുഖം ഗവൺമെൻറ് വർഷങ്ങളായിട്ട് തുറമുഖത്തിന് വർക്ക് നടക്കുന്നില്ല അവിടെ. അപ്പോൾ അതിനൊരു സമരം, ആ തുറമുഖം തുടർന്ന് വികസന ഗവൺമെൻറ് കടലിലേക്ക് കല്ലിടാൻ വേണ്ടി, അത് ഇതുപോലെ തന്നെ ബ്രേക്ക് വാട്ടർ സിസ്റ്റം കിട്ടാൻ വേണ്ടി കോൺട്രാക്ടർമാർ പൈസ അവരവിടെ ഗവൺമെൻറ്റിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടും അവർ വർക്ക് ചെയ്യണില്ല. അപ്പോൾ സമരത്തിന് പോയി. അപ്പോൾ ഞാൻ സമരത്തിൽ ചെല്ലുമ്പോഴും ആ തുറമുഖത്തിൻ്റെ അവിടെ സമരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ജപമാനം ചൊല്ലിക്കൊണ്ടാണ് യാതായം വിളിച്ചു പോണത്. എന്താ കാര്യം? എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണത്. അല്ല സായിപ്പിനെ കാണുമ്പോൾ ഞാൻ കാവാത്ത മറക്കത്തില്ല, ലോഹയെ വിട്ട് കൊന്തം പിടിച്ചേ പോകത്തുള്ളൂ. ഇന്നലെ ഞാൻ കോടതി പോയി പോയത് വെച്ചാൽ 2013 കടൽ കയറിയപ്പോൾ ഒരു സമരം നടത്തിയപ്പോൾ ഞാനന്ന് കേസിൽപ്പെട്ട്. ഞാൻ ആ കേസ് പറയാൻ വേണ്ടി ഇന്നലെ കോടതി ചെന്നപ്പോഴുണ്ട് കേസ് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ച് മാവിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി. മാവിൻ്റെ ചുവട്ടിൽ പറഞ്ഞ അച്ഛാ, ഇനി അച്ഛൻ ലോഹയെ വിട്ട് കോടതി വരരുത്, ഇത് നമ്മുടെ സമുദായത്തിന് നാണക്കേടാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയതിന് ശേഷം ഒരു നിയമ പോരാട്ടത്തിൽ ഞാൻ വന്നിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ താൻ പണി നോക്കാൻ പറഞ്ഞു. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസ പ്രഖ്യാപനമാണത്. ഞാനൊരു പുരോഹിതനാണെന്നും ഞാൻ ഈ സോഷ്യൽ കോസിന് വേണ്ടി നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ദൈവത്തിന് മനസ്സിലാകും, ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും. ബോധമില്ലാത്ത വല്ലതൊക്കെ വിളിച്ച് പറയും ഐ ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. പക്ഷേ എന്താണ്, അത് പ്രഖ്യാപനമാണ്.